ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഇന്ധനവില വർധനവുമിടയിൽ കേന്ദ്ര സർക്കാരിന് വലിയൊരു ആശ്വാസമെത്തുന്നു. റിസർവ് ബാങ്ക് തങ്ങളുടെ ലാഭവിഹിതമായ ഇത്തവണ റെക്കോർഡ് തുക സർക്കാരിന് കൈമാറിയേക്കുമെന്ന് ബ്ലൂബേർഡ് റിപ്പോർട്ട് ചെയ്തു. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ ഈ തുക വലിയൊരു താങ്ങാവും. സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഏകദേശം 3 ലക്ഷം കോടി രൂപയാകും RBI കേന്ദ്രത്തിന് കൈമാറുക. കഴിഞ്ഞ വർഷം നൽകിയ റെക്കോർഡ് തുകയായ 2.7 ലക്ഷം കോടി രൂപയേക്കാൾ കൂടുതലാണിത്. സാമ്പത്തിക വർഷത്തിൽ റിസർവ് ബാങ്കിന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് ഈ ലാഭവിഹിതം സർക്കാരിന് നൽകുന്നത്. ലാഭവിഹിതം കൈമാറുന്നതിന് അംഗീകാരം നൽകാനായി RBI ബോർഡ് വെള്ളിയാഴ്ച യോഗം ചേരും. കൃത്യമായ തുക ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇത് 3.4 ലക്ഷം കോടി രൂപ വരെയാകാനും സാധ്യതയുണ്ട്. വിദേശ നാണ്യശേഖരത്തിലെ നിക്ഷേപങ്ങൾ, ബോണ്ടുകൾ, കറൻസി മാനേജ്മെന്റ് തുടങ്ങിയ നിരവധി മാർഗങ്ങളിലൂടെയാണ് റിസർവ് ബാങ്ക് വരുമാനം കണ്ടെത്തുന്നത്. 2026 സാമ്പത്തിക വർഷം RBIയെ സംബന്ധിച്ച് സാമ്പത്തികമായി മികച്ച നേട്ടങ്ങളുടെ വർഷമായിരുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിദേശ നാണ്യ വ്യാപാരത്തിൽ നിന്നുള്ള ലാഭം, ആഗോളതലത്തിൽ ഉയർന്ന പലിശ നിരക്കുകൾ, സ്വർണ്ണവിലയിലുണ്ടായ കുതിപ്പ് എന്നിവയെല്ലാം റിസർവ് ബാങ്കിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ലളിതമായി പറഞ്ഞാൽ റിസർവ് ബാങ്കിന് തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കും കരുതൽ ധനത്തിനും വേണ്ടതിലും കൂടുതൽ വരുമാനം ലഭിക്കുമ്പോൾ ആ അധിക തുക സർക്കാരിന് കൈമാറുകയാണ് പതിവ്. ഇത്തവണ സർക്കാരിന് കൈമാറാൻ കഴിയുന്ന അധിക തുക സാധാരണയേക്കാൾ വലിയ തുകയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ.